നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ഡിസംബർ 20 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 172/2025. ആദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, either you or I dash to choose the post. either you or I dash to choose the post. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആർ, ഓപ്ഷൻ ബി ആം, ഓപ്ഷൻ സി വാസ്, ഓപ്ഷൻ ഡി വേർ. ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആം ആണ്. എന്തുകൊണ്ടാണ് ആം വന്നത്? ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഐദർ ഓർ എന്ന കണക്റ്റിംഗ് വേർഡ് കൊണ്ടാണ്. അപ്പോൾ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, നോർ എന്നിവ ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. എന്താണ് റൂള്? ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, നോർ എന്നീ കണക്റ്റിംഗ് വേർഡ്സ് കൊണ്ട് രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. ഐ ഒരു സിംഗുലർ ആണ്, അതുകൊണ്ട് ആൻസർ വരുന്നത് ആം ആണ്. ഐദർ യു ഓർ ഐ ആം ടു ചൂസ് ദ പോസ്റ്റ്. 82ാമത്തെ ക്വസ്റ്റ്യൻ, ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ്. റൈറ്റ് ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, the document need not submit. Option B, the document need to be submitted. Option C, the document need not be submitted. Option D, none of this. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, the document need not be submitted. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസിലുള്ളതൊരു മോഡൽ വെർബാണ് അല്ലേ? അപ്പോൾ മോഡൽ വെർബുകളെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ മോഡൽ വെർബിൻ്റെ കൂടെ ബി ചേർക്കണം. എന്താണ്? മോഡൽ വെർബുകൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ മോഡൽ വെർബിൻ്റെ കൂടെ ബി ചേർക്കണം. മോഡൽ വെർബ് പ്ലസ് ബി പ്ലസ് B3. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ്? യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ്. ഇവിടെ തന്നിരിക്കുന്ന മോഡൽ വെർബ് നീഡാണ്. അപ്പോൾ ആൻസർ വരുന്നത് ദ ഡോക്യുമെന്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ്. 83ാമത്തെ ക്വസ്റ്റ്യൻ, they were not ashamed dash hug each other. they were not ashamed dash hug each other. preposition ചേർക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 2 ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 2. they were not ashamed to hug each other. ഇനി ashamed എന്ന വാക്കിന് ശേഷം ഒരു വെർബാണ് വരുന്നതെങ്കിൽ രണ്ട് തരത്തിൽ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാം. എന്താണ്? അഷെയിംഡ് എന്ന വാക്കിന് ശേഷം ഒരു വെർബാണ് വരുന്നതെങ്കിൽ രണ്ട് രീതിയിൽ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാം. ഇവിടെ അഷെയിംഡിന് ശേഷം ഹഗ് എന്ന വെർബാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യത്തേത് അഷെയിംഡിൻ്റെ കൂടെ ടു എന്ന പ്രിപ്പോസിഷൻ ചേർക്കാം. അതെങ്ങനെ വരുമ്പോഴാണ്? തന്നിരിക്കുന്നത് വെർബിൻ്റെ അടിസ്ഥാന രൂപം ആണെങ്കിൽ അഷെയിംഡിന് ശേഷം ടു ഉപയോഗിക്കണം. തന്നിരിക്കുന്ന സെന്റൻസിൽ വെർബിന്റെ അടിസ്ഥാന രൂപം ആണെങ്കിൽ അഷെയിംഡിന് ശേഷം ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കണം. ഇനി അഷെയിംഡിന് ശേഷം വെർബിന്റെ ING ഫോം ആണെങ്കിൽ ചേർക്കേണ്ട പ്രപ്പോസിഷനാണ് ഓഫ്, OF, ഓഫ്. തന്നിരിക്കുന്ന സെന്റൻസിൽ വെർബിന്റെ ING ഫോം ആണെങ്കിൽ അഷെയിംഡിന് ശേഷം ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കണം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വെർബ് ഹഗ് ആണ്. ഹഗ് എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് 2 ആണ്. ഇനി ഹഗ്ഗിങ് എന്നായിരുന്നു തന്നിരുന്നതെങ്കിൽ അവിടെ നമ്മൾ അഷെയിംഡിന്റെ കൂടെ ഓഫ് ആണ് ചേർക്കേണ്ടത്. 84ാമത്തെ ക്വസ്റ്റ്യൻ, ഗെറ്റ് റെഡി ഫോർ ദ ഡെസെന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ ഇംപെററ്റീവ് സെന്റൻസ്, ഓപ്ഷൻ ബി എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ഓപ്ഷൻ സി interrogative sentence, option D declarative sentence. get ready for the descent. ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇംപെററ്റീവ് സെന്റൻസ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സെന്റൻസസ് ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും
4 ടൈപ്പ് സെന്റൻസസ് ആണുള്ളത്. അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്, ഇംപെററ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഒന്നാമത്തെ ടൈപ്പാണ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. ഒരു സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഹി പ്ലേസ് പിയാനോ, ദ സൺ ഷൈൻസ് ബ്രൈറ്റ്ലി. ഇവയൊക്കെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്യങ്ങളാണ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഇംപെററ്റീവ് സെന്റൻസ്. ആജ്ഞ, അപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം എന്നിവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇംപെററ്റീവ് സെന്റൻസ്. എന്തൊക്കെയാണ്? ആജ്ഞ, അപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം ഇങ്ങനെയുള്ളവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇംപെററ്റീവ് സെന്റൻസ്. ഫോർ എക്സാമ്പിൾ, ഷട്ട് ദ ഡോർ, ലുക്ക് ബിഫോർ യു ലീവ്, പ്ലീസ് ഗീവ് മീ എ പെൻ. ഓക്കെ. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അതായത് ചോദ്യ രൂപത്തിലുള്ള വാക്യങ്ങളാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസുകൾ എന്ന് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ നെയിം, ഹു ആർ യു. ഇനി നാലാമത്തെ ടൈപ്പാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഭാവപ്രകടനങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നവയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഫോർ എക്സാമ്പിൾ, വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. അതായത് നമ്മൾ വളരെ അത്ഭുതത്തോടെയോ ആശ്ചര്യത്തോടെയോ ഒക്കെ പറയുന്ന സെന്റൻസുകളില്ലേ, അവയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി 85ാമത്തെ ക്വസ്റ്റ്യൻ, ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ. ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടേക്ക് ഇൻ, ഓപ്ഷൻ ബി ടേക്ക് ഔട്ട്, ഓപ്ഷൻ സി ടേക്ക് ആഫ്റ്റർ, ഓപ്ഷൻ ഡി ടേക്ക് അപ്പ്. കറക്റ്റ് ഫ്രേസൽ വെർബ് എഴുതാനാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടേക്ക് അപ്പ്. ഷീ വിൽ ടേക്ക് അപ്പ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ ടുമോറോ. ഇനി തന്നിരിക്കുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഡിസീവ്. എന്താണ്? ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഡിസീവ്, ചതി അല്ലെങ്കിൽ വഞ്ചന, ഇവയ്ക്കൊക്കെയാണ് ടേക്ക് ഇൻ എന്ന് പറയുന്നത്. ഇനി ടേക്ക് ആഫ്റ്റർ, റിസംബിൾ എ പാരന്റ് ഓർ റിലേറ്റീവ്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ എ പാരന്റ് ഓർ റിലേറ്റീവ്. ഇനി ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് സംതിങ്. ടേക്ക് ഔട്ട്, ടു റിമൂവ് സംതിങ്. ടേക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഓർ ബിഗിൻ സംതിങ് സച്ച് ആസ് എ ജോബ്. ടേക്ക് അപ്പ്, സ്റ്റാർട്ട് ഓർ ബിഗിൻ സംതിങ് സച്ച് ആസ് എ ജോബ്. ഇനി 86ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, മാനുവർ. 87ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റോട്ട്, ഓപ്ഷൻ ബി കുഡ് റിട്ടൺ, ഓപ്ഷൻ സി കുഡ് റൈറ്റ്, ഓപ്ഷൻ ഡി കുഡ് ഹാവ് റിട്ടൺ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കുഡ് റൈറ്റ്. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ് ഐ കുഡ് റൈറ്റ് എ ലെറ്റർ ടു ഹെർ. ഇനി ഈഫ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ കണ്ടീഷൻ ക്ലോസിൽ എങ്ങനെ എഴുതണം? സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. എന്താണ്? ഈഫ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 വരണം. 88ാമത്തെ ക്വസ്റ്റ്യൻ, സിനോണിംസ് ഓഫ് സക്കം. സക്കം എന്ന വേർഡിന്റെ സിനോണിംസ് എഴുതാനാണ് തന്നിരിക്കുന്ന വേർഡ്സ്. 1 ഈൽഡ്, 2 റെലന്റ്, 3 റിവോൾട്ട്, 4 കോൺകർ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. അതായത് സക്കം എന്ന വേർഡിന്റെ സിനോണിംസ് ആണ് ഈൽഡ് ആൻഡ് റെലന്റ്. സക്കം എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക എന്നാണ് അർത്ഥം. ഇനി റിവോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിപ്ലവം. റിവോൾട്ട് വിപ്ലവം. കോൺകർ എന്ന് പറഞ്ഞാൽ കീഴടക്കുക എന്നാണ്. കോൺകർ കീഴടക്കുക. സക്കം എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക. ആൻസർ വരുന്നത് ഈൽഡ് ആൻഡ് റെലന്റ്.
89ാമത്തെ ക്വസ്റ്റ്യൻ. I asked him, can you join the team today? Change the sentence into a reported speech. തന്നിരിക്കുന്ന സെന്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുക. I asked him, can you join the team today? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. I asked him if he could join the team on that day. ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ടാക്കാൻ തന്നിരിക്കുന്നത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇഫ് ഓർ വെദർ ഇവയിൽ ഏതെങ്കിലും ചേർത്ത് വേണം ചേഞ്ച് ചെയ്യാൻ. എന്താണ്? എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഇഫ് ഓർ വെദർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. 90ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇഡിയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് അവോയ്ഡിംഗ് ദ മെയിൻ ഇഷ്യൂ ആൻഡ് സ്പീക്ക് ഡയറക്ട്ലി. ദ ഇഡിയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റോപ്പ് അവോയ്ഡിംഗ് ദ മെയിൻ ഇഷ്യൂ ആൻഡ് സ്പീക്ക് ഡയറക്ട്ലി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബ്രേക്ക് എ ലെഗ്, ഓപ്ഷൻ ബി ബൈറ്റ് ദ ബുള്ളറ്റ്, ഓപ്ഷൻ സി ബീറ്റ് അറൌണ്ട് ദ ബുഷ്, ഓപ്ഷൻ ഡി ബീറ്റ് എ ഡെഡ് ഹോഴ്സ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബീറ്റ് അറൌണ്ട് ദ ബുഷ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എല്ലാ ദിവസവും PYQ അനാലിസിസും ന്യൂ SCERT ചാപ്റ്ററുകളുടെ ക്ലാസ്സുകളുടെയും ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് എയിം ഫോർ PSC എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നിവയുടെ ക്ലാസ്സുകൾ എയിം ഫോർ PSC MEM എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. എല്ലാവരും ആ ക്ലാസ്സുകളൊക്കെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 91ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അധിരഥൻ. 92ാമത്തെ ചോദ്യം. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതം. ഓപ്ഷൻ എ ക്രമം, ഓപ്ഷൻ ബി വിപ്രമം, ഓപ്ഷൻ സി ഉപമം, ഓപ്ഷൻ ഡി ഉപസംഹാരം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉപസംഹാരം. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതമാണ് ഉപസംഹാരം. 93ാമത്തെ ചോദ്യം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പൂ പ്ലസ് അമ്പ്. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുന്നത് പൂ പ്ലസ് അമ്പ്. ഇനി 94ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ നങ്യാർ, ഓപ്ഷൻ ബി കൈമൾ, ഓപ്ഷൻ സി തപസ്വി, ഓപ്ഷൻ ഡി സഞ്ചാരി. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ നങ്യാർ ആണ്. 95ാമത്തെ ചോദ്യം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം. ഓപ്ഷൻ എ ഹിമം, ഓപ്ഷൻ ബി തൂലം, ഓപ്ഷൻ സി നീഹാരം, ഓപ്ഷൻ ഡി തുകിനം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, തൂലം. തൂലം എന്ന് പറഞ്ഞാൽ തുലാസ് എന്നാണ് അർത്ഥം. ബാക്കി 3 പദങ്ങളും മഞ്ഞ് എന്ന പദത്തിന്റെ അർത്ഥങ്ങളാണ്. ഹിമം, നീഹാരം, തുകിനം ഇവയുടെ എല്ലാം അർത്ഥം മഞ്ഞെന്നാണ്. 96ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ വൈദ്യർ, ഓപ്ഷൻ ബി ശൂദ്രർ, ഓപ്ഷൻ സി പണിക്കർ, ഓപ്ഷൻ ഡി മിടുക്കർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മിടുക്കർ. ബാക്കിയെല്ലാം പൂജക ബഹുവചനമാണ്. 97ാമത്തെ ചോദ്യം. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം. ഓപ്ഷൻ എ ശരിയായി പിടിക്കുക, ഓപ്ഷൻ ബി വെളിച്ചമില്ലാതാക്കുക, ഓപ്ഷൻ സി വഴി കാണിക്കുക, ഓപ്ഷൻ ഡി കഠിന പ്രയത്നം ചെയ്യുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വഴി കാണിക്കുക. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് വഴി കാണിക്കുക. 98ാമത്തെ ചോദ്യം. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം. ആൻസർ വേണ്ടത് ഓപ്ഷൻ എ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. ഇനി ഇതുപോലെയുള്ള കുറച്ച് ഒറ്റപ്പദങ്ങൾ നോക്കാം. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. വിദ്യ ആർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി. വിദ്യ ആർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു.
ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു. മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു. നയിക്കാൻ ഇച്ഛിക്കുന്നവൻ നിനീഷു. നയിക്കാൻ ഇച്ഛിക്കുന്നവൻ നിനീഷു. ഹിതം ആഗ്രഹിക്കുന്നവൻ ഹിതേച്ഛു. ഹിതം ആഗ്രഹിക്കുന്നവൻ ഹിതേച്ഛു. ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ഛു. ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ഛു. 99-ാമത്തെ ചോദ്യം, 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ എ 10ഉം 15ഉം, ഓപ്ഷൻ ബി 10ഓ 15ഓ, ഓപ്ഷൻ സി 15ൽ 10, ഓപ്ഷൻ ഡി 10 അല്ലെങ്കിൽ 15. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10ഓ 15ഓ. 10, 15 എന്ന പദം ഘടകപദങ്ങളാക്കിയാൽ ആൻസർ വരുന്നത് 10ഓ 15ഓ. 100-ാമത്തെ ചോദ്യം, ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉരുളക്കുപ്പേരി. അപ്പം നമ്മൾ 172/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇതിൻ്റെ മാത്സിൻ്റെ ക്ലാസ് വേറെ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.